നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തൊക്കെ ഭ്രാന്താ നീ പറയുന്നത്? വരും പരമേശ്വരനെ കൊല്ലാൻ ശ്രമിക്കേ. മണ്ടത്തരം വിളമ്പുന്നതിനൊക്കെ ഒരു അതിരില്ലേ മോളെ? അല്ല, പോലീസുകാർ വരുമ്പോ അവിടെ വേറെ ആരും ഇല്ലായിരുന്നോ? മുത്തശ്ശി ഉണ്ടായിരുന്നു, ചെറിയച്ഛനും ഉണ്ടായിരുന്നു. ചെറിയച്ഛൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസുകാര് നല്ല ദേഷ്യത്തിലായിരുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ മോളെ? അച്ഛൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാനാ? അതൊക്കെ ചെറിയച്ഛൻ നോക്കിക്കോളും. ഞാൻ വിവരം പറഞ്ഞേ ഉള്ളൂ. ഞാൻ വെക്കട്ടെ അച്ഛാ. എന്താ പറഞ്ഞേ? പരമേശ്വരനെ ഇന്നലെ രാത്രി ആരോ കൊല്ലാൻ ശ്രമിച്ചു. അത് വരുണാണെന്നാ പോലീസുകാർ പറയുന്നു. വരുണിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അച്ഛാ, വരുൺ അച്ഛനമ്മമാരോടൊക്കെ നല്ല സ്നേഹം. വരുൺ അങ്ങനൊന്നും ചെയ്യില്ല. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഓ, ഇനിയിപ്പോ ഇവള് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങും. അവിടെ ചെന്ന് എന്തെങ്കിലും ഒപ്പിക്കണമല്ലോ. മുത്തശ്ശി, ഞാൻ ഒന്നിനും പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരാളെ നമുക്ക് അറിയാമെങ്കിൽ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അനിയത്തിയുടെ ഭർത്താവാണെങ്കിലും നിനക്കാണല്ലോ കൃത്യമായിട്ട് അറിയാവുന്നത്. ദേവാ, ഇവളുടെ വാക്ക് കേട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്തെങ്കിലും അറിയണമെങ്കിൽ കണിമംഗലത്തോട്ട് ചെല്ല്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെയുള്ള ആളുകളോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. അച്ഛാ, അച്ഛൻ പോയി അന്വേഷിക്കണം. വരുൺ അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മോളെ. ഒന്നാമത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്നും അച്ഛന് പരിചയമില്ല. ഇക്കാര്യത്തിന് അമ്പല കമ്മിറ്റി പ്രസിഡന്റിനെയോ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ കാണുമെന്ന് വെച്ചാ ഇതൊക്കെ എല്ലാവരും അറിയും. അതൊന്നും വേണ്ട. നിങ്ങൾ ചന്ദ്രശേഖരനെ വിളിച്ച് വിവരം ചോദിക്കും. അവര് കൂട്ടിയാ കൂടുന്നതൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ലല്ലോ. അങ്ങനെ ചെയ്യാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. കൃഷ്ണ, വരുണൊരാപത്തും വരുത്തരുത്. അച്ഛനെയും അമ്മയും വരുൺ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വരുണിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. കാക്കണേ ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.